ഹായ് എവരിവൺ, വെൽക്കം ടു എഡ്യു ഡീറ്റെയിൽസ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ന്യൂസിലാൻഡിൽ വർക്ക് വിസയിലും സ്റ്റുഡൻറ് വിസയിലും വന്ന കുറച്ച് മാറ്റങ്ങൾ, ഗ്രീൻ ലിസ്റ്റിൽ വന്ന കുറച്ച് ജോബുകളുടെ ലിസ്റ്റുകൾ, അതുപോലെ ഏതൊക്കെ വെബ്സൈറ്റ് യൂസ് ചെയ്യാം, യൂസ്ഫുൾ ലിങ്ക്സ്, അതുപോലെ എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്താണ് ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾ ന്യൂസിലാൻഡിൽ വർക്ക് ചെയ്യാനോ അതുപോലെ തന്നെ സ്റ്റുഡൻറ് വിസ ലഭിക്കാനോ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ 2025 കുറച്ച് അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട് ഇന്റർനാഷണൽ ജോബ് സീക്കർ അതുപോലെ സ്റ്റുഡൻസിന്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മിക്ക കാര്യങ്ങളും തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് തുടർന്നൊന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അപ്ഡേറ്റഡ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ AEWV ആപ്ലിക്കൻസ് ആണ്. അതായത് വർക്ക് വിസ തന്നെ അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ. ഇതിനാവശ്യം നല്ല സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ് ആണ്, നല്ല വർക്ക് എക്സ്പീരിയൻസ് വേണം. അതുപോലെ സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ എന്താണോ മെൻഷൻ ചെയ്തത് അതാത് ഇൻഡസ്ട്രിയിലെ അത് തന്നെ വേണം. അതുപോലെ സാലറി ആണെങ്കിലും ഹയർ സാലറി റിക്വയർമെന്റ്സ് ആണ് വിസയ്ക്ക് ക്വാളിഫൈ ആകാനായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ ഗ്രീൻ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ജോബുകളും ഹൈ ഡിമാൻഡ് സെക്ടർ എന്ന് പറയുന്നത് ഗ്രീൻ ലിസ്റ്റിൽ ഇത്തവണ പെടുത്തിയിരിക്കുന്നത് ഹെൽത്ത് കെയർ, IT, കൺസ്ട്രക്ഷൻ അങ്ങനെയുള്ള ആളുകളെയാണ്. അതുപോലെ തന്നെ ടീച്ചേഴ്സ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സെക്ഷൻ 2 നമ്മൾ പറയണത് ചേഞ്ചസ് ഇൻ എംപ്ലോയർ അക്രഡിറ്റേഷൻ റൂൾസ് ആണ്. കുറച്ച് റൂൾസിന് മാറ്റം വന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഇപ്പോൾ എംപ്ലോയേഴ്സ് ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എല്ലാ മൈഗ്രന്റ് വർക്കേഴ്സിനും ഒരുപോലെ ഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നടത്താൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ മൈഗ്രന്റ് എക്സ്പ്ലോയിറ്റേഷൻ അവോയ്ഡ് ചെയ്യാനും അതുപോലെ നമുക്ക് റീഅപ്ലൈ ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ. പിന്നെ എപ്പോഴും ജോബ് ഓഫറിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എംപ്ലോയർ അക്രഡിറ്റഡ് ആണോ അതോ 2025 റൂൾസിനനുസരിച്ച് അക്രഡിറ്റഡ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കുക. കാരണം അതല്ല എന്നുണ്ടെങ്കിൽ വിസ ലഭിക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. സെക്ഷൻ 3 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആപ്ലിക്കേഷൻ പ്രോസസ് ആണ്. എങ്ങനെ നമുക്കൊരു ജോബ് ഓഫർ ഒക്കെ കിട്ടി ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു അക്രഡിറ്റഡ് എംപ്ലോയറിനെ ഫൈൻഡ് ചെയ്യണം. അവിടെ നിന്ന് ഒരു ജോബ് അല്ലെങ്കിൽ ഹൈ ഡിമാൻഡ് സെക്ടറിൽ ഒരു ജോബ് ഓഫർ കിട്ടണം. അതിനുവേണ്ടി നമുക്ക് സ്കിൽസും എക്സ്പീരിയൻസും സാലറി റിക്വയർമെന്റ്സും ഉണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ അത് നടക്കണം. അതിനുശേഷം ആപ്ലിക്കേഷൻ ഓൺലൈനിൽ നമ്മൾ ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് വെബ്സൈറ്റിൽ ഇടുക. അതിനുവേണ്ടി നെസസറി ഡോക്യുമെന്റ്സ് ഉണ്ട്. വാലിഡ് പാസ്പോർട്ട്, ജോബ് ഓഫർ, ക്വാളിഫിക്കേഷൻ അതെല്ലാം സബ്മിറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ ഇന്റർനാഷണൽ ക്വാളിഫിക്കേഷൻ അസസ്മെന്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യുക. പിന്നെ അതിനുശേഷം വെയിറ്റ് ഫോർ വിസ പ്രോസസ്സിംഗ്. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറയുന്നത് ജോബ് സെർച്ച് ടിപ്സും റിസോഴ്സസും ആണ്. അപ്പൊ എവിടെ സെർച്ച് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കേണ്ട വെബ്സൈറ്റ് അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ വെബ്സൈറ്റ്സ് ആയിരിക്കണം. അതിൽ ആദ്യം നമ്മൾ പറയുന്നത് seek.co.nz ആണ്. ശരിക്കും നമ്മൾ ജോബ് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ കിവീസിന്റെ മറ്റു പല വെബ്സൈറ്റുകളും ഒക്കെ ഉണ്ട്. പക്ഷെ സീക്കിലാണ് കൂടുതലും വേക്കൻസി വരുന്നത്. പിന്നെ ലിങ്ക്ഡിൻ, പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ ലിസ്റ്റ് ഒക്കുപേഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ സെർച്ച് ചെയ്തതിനു ശേഷം ഫാസ്റ്റ് ട്രാക്ക് റെസിഡൻസി പാത്വേസ് ചെക്ക് ചെയ്ത് അതിനനുസരിച്ച് ആപ്ലിക്കേഷൻ ഇടാൻ ശ്രമിക്കുക. പിന്നെ ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസേഴ്സിനോട് എപ്പോഴും വർക്ക് ചെയ്യാനായിട്ട് അവരോട് പ്രൊഫഷണൽ ഗൈഡൻസ് സീക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അവോയ്ഡ് ചെയ്യേണ്ട കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ സെക്ഷൻ 5 ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലെപ്പോഴും നമ്മൾ പറയുന്ന കാര്യം വേരിഫൈഡ് ജോബ് ഓഫർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ വിത്തൗട്ട് വേരിഫൈഡ് ജോബ് ഓഫറിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. പിന്നെ സാലറി അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് റിക്വയർമെന്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ഡോക്യുമെന്റ്സ് ഒരിക്കലും സബ്മിറ്റ് ചെയ്യരുത്. അതുപോലെ ജോബ് സ്കാംസ് ഒരുപാടുണ്ട്. അതുകൊണ്ട് വെരിഫൈ ചെയ്യുക എംപ്ലോയർ കറക്റ്റ് ആണോ അക്രഡിറ്റഡ് ആണോ എന്നുള്ളത്. നമ്മുടെ തന്നെ ഒരു വീഡിയോ റീസെന്റ് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. റീസെന്റ് ഒരാൾക്ക് വന്ന സ്കാമിനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിൽ എങ്ങനെ സ്കാം അവോയ്ഡ് ചെയ്യാം, അതുപോലെ എവിടെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ നമ്മൾ വീണ്ടും കുറച്ച് ഒഫീഷ്യൽ വെബ്സൈറ്റ്സ് ജോബ് സെർച്ച് ചെയ്യാനും അക്രഡിറ്റഡ് എംപ്ലോയറിനെ ഫൈൻഡ് ചെയ്യാനും അതുപോലെ തന്നെ യൂസ്ഫുൾ റിസോഴ്സസ് ന്യൂസിലാൻഡ് അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ 2025 വേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് ഒഫീഷ്യൽ വിസ ഇൻഫർമേഷൻ, അതിന്റെ വെബ്സൈറ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൽ വിസ റൂൾസ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ആപ്ലിക്കേഷൻ പ്രോസസ്സ്, എങ്ങനെ വെരിഫൈ ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വെബ്സൈറ്റ് യൂസ് ചെയ്യുക.
നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ ഗൂഗിളിൽ ഇത് ടൈപ്പ് ചെയ്താലും മതി, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ മുമ്പോട്ട് പോകാൻ സാധിക്കും. പിന്നെ ന്യൂസിലാൻഡ് ഗവൺമെന്റ് ജോബ് പോർട്ടൽ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ജോബ് ലിസ്റ്റിംഗ്, ഒഫീഷ്യൽ ഗവൺമെന്റ് ജോബ് ലിസ്റ്റിംഗ്സ് വേരിയസ് സെക്ടേഴ്സിലുള്ള പബ്ലിക്കും സ്കിൽഡ് പ്രൊഫഷൻസും ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ നോക്കിയേ. അതുപോലെ തന്നെ ന്യൂസിലാൻഡ് ഗ്രീൻ ലിസ്റ്റ് ഹൈ ഡിമാൻഡ് ജോബ്സ് ഈ ഒരു വെബ്സൈറ്റിൽ കാണും. അപ്പം അതിൽ നിങ്ങൾ ഗ്രീൻ ലിസ്റ്റ് ജോബ്സിലാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ജോലി എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ ഹൈ ഡിമാൻഡ് ആണെങ്കിൽ വിസ പ്രോസസ്സിംഗ് വളരെ ഈസി ആയിരിക്കും, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങളുടെ ജോബ് ഗ്രീൻ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അതിനുശേഷം നമ്മൾ കാണിക്കുന്നത് ജോബ് സെർച്ച് വെബ്സൈറ്റ്സ് ഫോർ ന്യൂസിലാൻഡ് ആണ്. സീക്ക്, ട്രേഡ്മി, ഇൻഡീഡ്, ന്യൂ കീബേസ്. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തേക്കാം. എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. പിന്നെ അക്രഡിറ്റഡ് എംപ്ലോയർ ലിസ്റ്റ് ആണ്. ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അക്രഡിറ്റഡ് എംപ്ലോയേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒഫീഷ്യലി ആയിട്ടുള്ള ആളുകളെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും സ്കാം ഉണ്ടാകില്ല. ഇവിടെ ന്യൂസിലാൻഡ് റിക്രൂട്ട്മെന്റ് ഏജൻസീസ് ഫോർ മൈഗ്രന്റ് വർക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫൈൻഡ് വർക്ക് ത്രൂ ലൈസൻസ് റിക്രൂട്ടേഴ്സ്, അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് ഏജൻസി സ്പെഷ്യലൈസിംഗ് ഇൻ സ്കിൽഡ് വർക്കേഴ്സ്. പക്ഷെ എല്ലാം തന്നെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ എന്ത് പേപ്പർ ആണെങ്കിലും അത് വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രം പ്രോസസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റുഡന്റ് വിസ ചേഞ്ചസ് ഇൻ 2025 ആണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ പറയാനുള്ളത് സ്ട്രിക്റ്റർ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് ആണ്. പ്രൂഫ് ഓഫ് ഹയർ ലിവിംഗ് എക്സ്പെൻസസ് കാണിക്കേണ്ടി വരും. അതുപോലെ തന്നെ ട്യൂഷൻ ഫീസ് ചിലപ്പോൾ പെയ്ഡ് ഇൻ അഡ്വാൻസ് തന്നെ കൂടുതലും സ്റ്റുഡൻസിന് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ചേഞ്ചസ് ആണ് അവർ ഈ 2025 സ്റ്റുഡൻസിന് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ന്യൂസിലാൻഡ് എപ്പോഴും സ്റ്റുഡൻസിന് നല്ലൊരു ഓപ്ഷൻ ആണ്. അപ്പൊ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് വർക്ക് റൈറ്റ് ഫോർ സ്റ്റുഡൻസ് ആണ്. അത് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് പാർട്ട് ടൈം വർക്ക് 20 അവേഴ്സ് അതുപോലെ തന്നെ പെർ വീക്ക് തന്നെ സ്റ്റിൽ അലൗഡ് ആണ്. പക്ഷെ കുറച്ച് കൂടുതൽ എംപ്ലോയർ റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഓപ്ഷൻസ് ഒക്കെ കൂടുതലും അപ്ഡേറ്റ് ചെയ്യും. സർട്ടൈൻ കോഴ്സസിന്റെ ഒക്കെ സ്റ്റിൽ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫർദർ ഇൻഫർമേഷൻ വരുമ്പോൾ നമ്മൾ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് അപ്രൂവ്ഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡേഴ്സ് ആണ്. അപ്പൊ സ്റ്റുഡൻസ് എൻറോൾ ചെയ്യുന്നതിന് മുമ്പ് ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് ചെക്ക് ചെയ്യണം ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ എന്നുള്ളത്. അതുപോലെ ന്യൂ വെരിഫിക്കേഷൻ സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഫേക്ക് അല്ലെങ്കിൽ ലോ ക്വാളിറ്റി കോഴ്സസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്റ്റുഡന്റ് വിസ, സ്റ്റഡി ഓപ്ഷൻ, സ്റ്റുഡന്റ് ലൈഫ് ഇൻ ന്യൂസിലാൻഡ്, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ, അങ്ങനെ ഫർദർ മോർ അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ യൂസ്ഫുൾ വെബ്സൈറ്റ്സ് ലിങ്ക്സും ഒക്കെ ഉണ്ട്, നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇൻഫർമേഷൻസ് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു, അതുപോലെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.